ദേ ഇടി വരുന്നു. പേടിക്കാതെ. ഇങ്ങനൊരു പേടിത്തൊണ്ടൻ. ഹായ്, നല്ല മഴ. ഞാനും ഒന്ന് നൃത്തം ചെയ്യട്ടെ. നല്ല ഗംഭീരം ഡാൻസ് അല്ലേ മിന്നു? എന്തൊരു വാസന. ഞാൻ എല്ലാ പൂവും ഒന്ന് വാസനിച്ചു നോക്കട്ടെ. സ്വസ്ഥമായി ഇരിക്കാനും സമ്മതിക്കില്ലേ? നീ ഏതാ ചെക്ക? എന്റെ പേര് ചെക്കനെന്നല്ല, ഉണ്ണിക്കുട്ടൻ എന്നാ. നീ എന്തിനാ ഈ പൂക്കൾക്കിടയിൽ ഇരിക്കുന്നത്? ഞാൻ വല്ല പ്രാണിയെയും പിടിച്ച് തിന്നാനിരിക്കുക. വിശന്ന് കുടല് കരിയുമ്പോഴാ അവന്റെ ഒരു സംശയം. എടാ ഉണ്ണിക്കുട്ട, നീ ഇങ്ങ് പോര്. അവനൊരു ദേഷ്യക്കാരനാ. കുരങ്ങനെ ശല്യം ചെയ്ത കുരുവിയുടെ കഥ നിനക്കറിയാമോ? അതേത് കഥയാ? ഒന്ന് വേഗം പറഞ്ഞാട്ടെ. പണ്ട് പണ്ട് ഈ കാട്ടിൽ ഒരു വലിയ തണുപ്പുകാലം വന്നു. മഞ്ഞു വീണ് എല്ലായിടവും മരവിച്ചു. ഒരു കൊരങ്ങൻ തണുത്തു വിറച്ച് അതുവഴി വന്നു. എന്തൊരു തണുപ്പ്! തണുത്ത് വിറച്ച് ഞാൻ ഇപ്പൊ ചാവും. എങ്ങനെയെങ്കിലും കുറച്ച് തീ ഉണ്ടാക്കിയില്ലെങ്കിൽ തണുത്ത് മരിച്ചത് തന്നെ. അങ്ങനെ അവൻ കരിയിലകൾ കൂട്ടി പാറക്കല്ലുകൾ ഉരസി തീ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ എത്ര ഉരസിയിട്ടും തണുത്തു കിടന്ന കരിയിലകളിൽ തീ പടർന്നില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് മരത്തിന് മുകളിൽ തന്റെ കൂട്ടിൽ ഒരു കുരുവി ഇരിപ്പുണ്ടായിരുന്നു. അവൾ കുരങ്ങനെ കളിയാക്കി. എടാ മണ്ടൻ കുരങ്ങ, തണുത്ത ഇലകളിലാണോ നീ തീ കൂട്ടുന്നത്? നീ ഒരു മരമണ്ടൻ തന്നെ. നീ എന്നെ നോക്ക്, എന്റെ കൂട്ടിൽ എന്തൊരു ചൂടാണെന്നോ. വെറുതെ അലഞ്ഞു നടന്ന സമയത്ത് നിനക്കൊരു കൂടുണ്ടാക്കിക്കൂടെ മടിയൻ കുരങ്ങ? കുരുവിയുടെ പരിഹാസം കേട്ടപ്പോൾ കുരങ്ങനെ വല്ലാത്ത ദേഷ്യം വന്നു. അവൻ മരത്തിൽ കയറി കുരുവിയുടെ കൂട് വലിച്ചു പറിച്ച് ദൂരെ.
നീയും തണുപ്പത്തിരിക്കെ. അയ്യോ എന്റെ കൂട് പോയേ, അയ്യോ എന്റെ കൂട് പോയേ, അയ്യോ എന്റെ കൂട് പോയേ. കുട്ടിക്കഥകളും പാട്ടുകളും പൊട്ടിച്ചിരിയുടെ പൊടിപ്പൂരം. മിന്നാമിന്നി. ഗോൾ അടിച്ചു. ഒരാനക്കുട്ടനും ഒരു പെൺകുട്ടിയും. രണ്ടിനെയും അകത്താക്കണം. ഹായ് കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും മിന്നാമിന്നി കണ്ടല്ലോ ഇല്ലേ? ഞങ്ങൾക്ക് സംഭവിച്ച അപകടവും നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയാണ് ഞങ്ങൾ പുലിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടുക? എങ്ങനെ ഞങ്ങൾ ഉണ്ണിക്കുട്ടനെ അവന്റെ അമ്മയുടെ അടുത്തെത്തിക്കും? ഞങ്ങളെ രക്ഷിക്കാനുള്ള വല്ല വഴിയും നിങ്ങൾക്കറിയാമോ? അറിയാമെങ്കിൽ നിങ്ങളുടെ ആശയം ഉടൻ ഞങ്ങൾക്ക് എഴുതുക. ഏറ്റവും നല്ല ആശയങ്ങൾക്ക് ലഭിക്കുന്നു അത്യുഗ്രൻ സമ്മാനങ്ങൾ. മറക്കാതെ അയക്കണേ.